1.5 പതിറ്റാണ്ടോളം കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന പിയറി ട്രൂഡോയുടെ മകൻ, തുടർച്ചയായി 3 തവണ അധികാരത്തിലേറിയ 10 വർഷത്തോളം പ്രധാനമന്ത്രിയായ ലിബറൽ പാർട്ടി നേതാവ്. വിശേഷണങ്ങൾ ഏറെയുണ്ടായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയ്ക്ക്. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും ജനപ്രീതി നഷ്ടമാവുകയും ചെയ്ത നേതാവ് ഒടുവിൽ അധികാരം വിട്ടൊഴിയാൻ നിർബന്ധിതനായിരിക്കുന്നു. അതിനു മുന്നോടിയായി പാർട്ടി നേതൃസ്ഥാനം ഒഴിഞ്ഞു. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും വരെ കാവൽ പ്രധാനമന്ത്രി മാത്രമായിരിക്കും ട്രൂഡോ. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും രൂക്ഷമാകുമ്പോഴും രാജ്യത്ത് തീവ്ര സംഘങ്ങളും കൊള്ളക്കാരും താവളം കെട്ടുമ്പോഴും പാതിവെന്ത നയങ്ങളുമായി മുന്നോട്ട് പോയതാണ് ട്രൂഡോയുടെ കാൽച്ചൂട്ടിലെ മണ്ണൊഴുകിപ്പോകാൻ കാരണം. കലാലയ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ട്രൂഡോ പിതാവിന്റെ മരണശേഷമാണ് പാർട്ടിയിൽ സജീവമാകുന്നത്. 2008 ട്രൂഡോയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം. നേതൃത്വ കൺവെൻഷനിൽ വലിയ മാർജിനിൽ ജയിച്ചാണ് ട്രൂഡോ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. പാപ്പിനോയിൽ നിന്ന് ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ച് കയറിയതെങ്കിലും ഭാവി പ്രധാനമന്ത്രിയാകാൻ ശേഷിയുള്ള നേതാവ് എന്ന് മാധ്യമങ്ങൾ അന്ന് തന്നെ വിലയിരുത്തി. വലിയ ഭൂരിപക്ഷം നേടി കൺസർവേറ്റീവ് പാർട്ടി അധികാരമേറിയതോടെ പ്രതിപക്ഷ നിരയിലായിരുന്നു ലിബറൽ പാർട്ടിയുടെ സ്ഥാനം. 2011 പാപ്പിനോയിൽ ട്രൂഡോ വിജയം ആവർത്തിച്ചു. ലിബറൽ പാർട്ടിയുടെ ഏറ്റവും മോശം സമയമായിരുന്നത്. 338 സീറ്റിൽ 34 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. ഹൗസ് ഓഫ് കോമൺസിൽ അവർ 3ാം സ്ഥാനക്കാരായി. 7 വർഷമായി അധികാരമില്ലാതിരുന്ന പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് 2013 ട്രൂഡോ എത്തുന്നത്. സ്വകാര്യ സമ്പാദ്യമെല്ലാം ബ്ലൈൻഡ് ട്രസ്റ്റിന് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ട്രൂഡോ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ചത്. ജയിച്ചപ്പോൾ ട്രൂഡോ വാക്ക് പാലിച്ചു. പ്രതിപക്ഷ എംപിമാരെ പോലും ഞെട്ടിപ്പിച്ച തീരുമാനത്തിന് കനേഡിയൻ ജനത കൈയടിച്ചു. 2014 പാർട്ടി കൺവെൻഷന് മുമ്പായി നമുക്ക് എല്ലാവർക്കും ഗുണം നൽകുന്ന ഒരു സമ്പദ്ഘടന എന്ന തലക്കെട്ടിൽ ട്രൂഡോ ഒരു വീഡിയോ ചെയ്ത് ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചു. കടക്കണിയിൽ നിന്ന് രാജ്യം മോചിപ്പിക്കപ്പെടുമെന്നും വരുന്നത് കാനഡയുടെ സമയമാണെന്നുമായിരുന്നു ട്രൂഡോയുടെ അഭിപ്രായം. ഇതിനെല്ലാം 2015 തെരഞ്ഞെടുപ്പ് മറുപടി നൽകി. കൺസർവേറ്റീവ് പാർട്ടിയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിബറലുകൾ അധികാരത്തിലെത്തി. 338 സീറ്റിൽ 177 സീറ്റും ലിബറൽ പാർട്ടി നേടി. ഹൗസ് ഓഫ് കോമൺസിൽ 3ാം സ്ഥാനത്തായിരുന്ന ഒരു കക്ഷി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുന്നത് ആദ്യമായിരുന്നു. കനേഡിയൻ ജനതയുടെ സാമ്പത്തിക ആശങ്കകളെ പരിഹരിക്കുന്ന തരത്തിലായിരുന്നു ട്രൂഡോ സർക്കാരിന്റെ തുടക്കം. മധ്യവർഗത്തിന് നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചും ഉയർന്ന വരുമാനക്കാർക്ക് നേരിയ തോതിൽ നികുതി വർദ്ധിപ്പിച്ചും തദ്ദേശീയ ഗോത്ര ജനതയുമായുള്ള ബന്ധം ഊഷ്മളമാക്കിയുമുള്ള തുടക്കം ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ദയാവധം തിരഞ്ഞെടുക്കാനുള്ള നിയമങ്ങൾ, കഞ്ചാവ് നിയമവിധേയമാക്കൽ, US-ഉമായുള്ള വ്യാപാര ഇടപാടുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള നയങ്ങൾ തുടങ്ങി തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ നേരിടുന്ന അനീതികളെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ ട്രൂഡോ സർക്കാർ തയ്യാറായി. ഇമിഗ്രേഷൻ നിയമങ്ങൾ ഉദാരമാക്കി കൂടുതൽ പേരെ കനേഡിയൻ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തു. തിരിച്ചടികളും ഏറെയായിരുന്നു. 2016 ക്രിസ്മസ് അവധിയാഘോഷം അത്തരത്തിലൊന്നായിരുന്നു. ആത്മീയാചാര്യനായ ആഘാഖാന്റെ ആതിഥ്യം സ്വീകരിച്ച് സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തും സമ്മാനങ്ങൾ സ്വീകരിച്ചും നടത്തിയ അവധിയാഘോഷം രാജ്യ താൽപര്യങ്ങൾക്കും നൈതികതയ്ക്കും എതിരായിരുന്നുവെന്ന് 2017 എത്തിക്സ് കമ്മീഷൻ വിധിച്ചു. ഒരു പ്രധാനമന്ത്രിയെ എത്തിക്സ് കമ്മിറ്റി ഇത്തരത്തിൽ കുറ്റക്കാരനായി കണ്ടെത്തുന്നത് ആദ്യമായിരുന്നു. 2018 ഇന്ത്യ സന്ദർശനത്തിനിടെ ട്രൂഡോയുടെ വിരുന്നിൽ ഖലിസ്ഥാൻ നേതാവ് ജസ്പാൽ അത്വാളിന് ക്ഷണം ലഭിച്ചത് ഏറെ ചർച്ചയായിരുന്നു. ഇൻഡോ കനേഡിയൻ വ്യവസായി അത്വാൾ ട്രൂഡോയുടെ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവും അന്ന് പുറത്തു വന്നിരുന്നു. ഖലിസ്ഥാൻ പ്രസ്ഥാനത്തോടുള്ള ട്രൂഡോയുടെ മൃദു സമീപനം ഇന്ത്യയെ അന്ന് ഏറെ ചൊടിപ്പിച്ചിരുന്നു. 2019 SNC ലാവ്ലിൻ കമ്പനിയെ അഴിമതി കുറ്റങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർക്കുമേൽ ട്രൂഡോ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നു. ട്രൂഡോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി നിയമമന്ത്രി ജോഡി വിൽസൺ റൈഫോൾഡും ട്രഷറി ബോർഡ് പ്രസിഡന്റ് ജെയിൻ ഫിൽപോട്ടും രാജിവെച്ചു. ട്രൂഡോയും ഉദ്യോഗസ്ഥരും എത്തിക്സ് നിയമങ്ങൾ ലംഘിച്ചെന്ന് എത്തിക്സ് കമ്മീഷൻ വിധിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും മാപ്പ് പറയാൻ ട്രൂഡോ തയ്യാറായില്ല. തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ഉദ്ദേശ്യമെന്നായിരുന്നു ട്രൂഡോയുടെ വിശദീകരണം. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയായിരുന്നു 2019 തെരഞ്ഞെടുപ്പ്. ജനകീയ വോട്ടിൽ കൺസർവേറ്റീവുകൾക്ക് പിന്നിൽ പോയെങ്കിലും 157 സീറ്റുമായി ട്രൂഡോയും ലിബറൽ പാർട്ടിയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സർക്കാർ രൂപീകരിച്ചു. നിയമനിർമ്മാണത്തിനും ബില്ലുകൾ പാസാക്കാനുമൊക്കെ 25 സീറ്റുകൾ നേടിയ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ ആവശ്യമായി വന്നു. കാര്യങ്ങൾ അവിടെയും നിന്നില്ല. കോവിഡ് മഹാമാരിയുടെ രൂപത്തിൽ പുതിയ വെല്ലുവിളികൾ ട്രൂഡോയ്ക്ക് നേരെ ഉയർന്നു വന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് തന്നെയായിരുന്നു ട്രൂഡോ സർക്കാരിനെ ഏറെ വലച്ചത്. ഫണ്ട് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയ്ക്കൊടുവിൽ 2020 ധനമന്ത്രി ബിൽ മോർണോ രാജിവെച്ചു. പകരമെത്തിയ ക്രിസ്റ്റിയ ഫ്രീലാൻഡിനൊപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ട്രൂഡോ കളം നിറഞ്ഞു. അതിന്റെ ചുവട് പിടിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഉയർന്ന വാക്സിനേഷൻ നിരക്കുമൊക്കെ മികച്ച ജനവിധി സമ്മാനിക്കുമെന്നായിരുന്നു ട്രൂഡോയുടെ പ്രതീക്ഷ. എന്നാൽ ട്രൂഡോയുടെ മുൻകാല നയങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെട്ടു. കഞ്ചാവ് നിയമവിധേയമാക്കിയത് അതിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ചതായി ആരോപണമുയർന്നു.
മെഡിക്കൽ സഹായത്തോടെയുള്ള ദയാവധ നിയമത്തിനും ആഗോളതലത്തിൽ തിരിച്ചടിയുണ്ടായി. രാജ്യത്തിന്റെ സാമ്പത്തിക തൊഴിൽ സാഹചര്യങ്ങളോ ഭവന മേഖലയിലെ പ്രശ്നങ്ങളോ ചർച്ച ചെയ്യാതെയാണ് ഇമിഗ്രേഷൻ നയങ്ങൾ ഉദാരമാക്കിയതെന്നും വിമർശനങ്ങൾ ഉയർന്നു. ട്രൂഡോയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയേറ്റു. 153 സീറ്റുകളുമായി കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്. വിമർശനങ്ങളും വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു ട്രൂഡോയുടെ അവസാന ഭരണനാളുകൾ. പണപ്പെരുപ്പം, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ, വെടിവെപ്പ്, മയക്കുമരുന്ന് ലോബികളുടെ അരാജകത്വം തുടങ്ങി സുസ്ഥിര വികസന പദ്ധതിയുടെ പേരിൽ നടത്തിയ കൊള്ളയും ധൂർത്തുമൊക്കെ ട്രൂഡോയെ വിമർശന ശൈലിയിലാക്കി. പൈപ്പ് ലൈൻ പദ്ധതിയുടെ പേരിൽ ഗോത്രവിഭാഗത്തിന് പ്രതിഷേധം നേരിടേണ്ടി വന്നതും ട്രൂഡോയ്ക്ക് ക്ഷീണമുണ്ടാക്കി. 2023 ആദ്യ പകുതിയിൽ ലിബറൽ പാർട്ടി കൺസർവേറ്റീവുകൾക്ക് മുന്നിൽ പതറുന്നതായി അഭിപ്രായ സർവേകളും വന്നു. ഇതോടെ 2025 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കുമെന്ന ആശങ്ക ലിബറൽ പാർട്ടിയെ ഒന്നടങ്കം ബാധിച്ചു. അതിനെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു 2 ഉപതെരഞ്ഞെടുപ്പുകൾ. ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിൽ പോലും ലിബറൽ പാർട്ടി തോറ്റു. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളും വികാരങ്ങളും ട്രൂഡോയുടെ പതനത്തിന്റെ ആക്കം കൂട്ടുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ട്രൂഡോ സ്വീകരിച്ച മൃദു സമീപനം ഇന്ത്യയെയും അകറ്റി. ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് മേധാവി ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ട്രൂഡോയുടെ പ്രതികരണങ്ങൾ ബന്ധം കൂടുതൽ വഷളാക്കി. കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാർക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ട്രൂഡോയുടെ വാദം. പിന്നാലെ മുതിർന്ന ഇന്ത്യൻ നയതന്ത്രജ്ഞനെ കാനഡ പുറത്താക്കി. മറുപടി എന്നോണം കനേഡിയൻ നയതന്ത്രജ്ഞനെ ഇന്ത്യയും പുറത്താക്കി. കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നതും നിർത്തിവെച്ചു. എന്നാൽ ആരോപണങ്ങൾ സംബന്ധിച്ച തെളിവുകൾ നൽകാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞതുമില്ല. സിഖ് വോട്ടുകളിലേക്ക് കണ്ണു നട്ടാണ് ഖലിസ്ഥാൻ അനുകൂലവാദം തുടരുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായതോടെ ഇന്ത്യക്ക് മുന്നിലും ട്രൂഡോ പരാജിതനായി. 2024 സെപ്റ്റംബറിൽ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. ഡിസംബറിൽ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചതോടെ അവസാന കച്ചിത്തുരുമ്പും നഷ്ടപ്പെട്ട അവസ്ഥയിലായി ട്രൂഡോ. ഇതോടെ ട്രൂഡോയുടെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി പുകഞ്ഞു. 20-ലധികം എംപിമാർ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിച്ചു തുടങ്ങി. പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മിത് സിംഗ് ഉൾപ്പെടെ സഖ്യകക്ഷി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതോടെ ട്രൂഡോ പരുങ്ങലിലായി. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും ട്രൂഡോയ്ക്ക് കനത്ത പ്രഹരമായി. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. മാത്രമല്ല, കാനഡയെ US-ന്റെ 51ാമത് സ്റ്റേറ്റായി ലയിപ്പിക്കാനുള്ള നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം ലിബറൽ പാർട്ടിയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒറ്റപ്പെട്ടതോടെയാണ് പുതുവർഷത്തിൽ ട്രൂഡോ പാർട്ടി നേതൃസ്ഥാനം ഒഴിഞ്ഞത്. ഗവർണർ ജനറലെ കണ്ട് പാർലമെന്റ് പ്രവർത്തനം ആരംഭിച്ച ട്രൂഡോ പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും വ്യക്തമാക്കി. ഇതോടെ ഒരു പതിറ്റാണ്ടോടടുത്ത ട്രൂഡോ ഭരണത്തിനാണ് അന്ത്യമാകുന്നത്. സ്വന്തം പാർട്ടിക്കാർ കൂടി കൈവിട്ടതോടെയാണ് കനേഡിയൻ രാഷ്ട്രീയത്തിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെട്ട ട്രൂഡോയുടെ പടിയിറക്കം.